Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ക്രീമിയും ചീസി ആയിട്ടുള്ള വൈറ്റ് മെക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോൻ വിനോ ആണ് സജസ്റ്റ് ചെയ്തത്. നമ്മൾ ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ വിനോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നമുക്ക് ഇതിന് വേണ്ടത് 1.5 കപ്പ് മെക്രോണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. ഇതൊരു കുക്കറിൽ നമ്മൾ ഒരു വിസിലിന് വേണ്ടിയിട്ട് വെക്കും. എന്നിട്ട് സ്റ്റീം പോയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. പിന്നെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മക്രോണി ഒന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. നമുക്ക് ഒരു വിസിലിന് വേണ്ടിയിട്ട് ഇത് വെക്കാം. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഹാഫ് ക്യാപ്സിക്കം, ഒരു ചെറിയ സബോള, പിന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു തണ്ട് മാത്രം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാന് ഗ്യാസിന് വെച്ചിട്ട് ഒരു സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒന്നും വേവിച്ചെടുക്കണം. ഈ ബട്ടറിൽ തന്നെ സോട്ട് ചെയ്തെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതൊന്നും പാടി കിട്ടിയോളും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം പിന്നെ നമ്മുടെ ഓണിയനും ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് മതി കേട്ടോ അതെല്ലാം ഒന്ന് വാടി കിട്ടാനായിട്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം, എന്നിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ സെയിം പാനിൽ നമ്മൾ 2 സ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 4 സ്പൂണ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ. എന്നിട്ട് ഇതൊന്നും നമുക്ക് മൈദ ബട്ടറിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മൈദ നന്നായിട്ട് ഇത് പാലിൻ്റെ കൂടെ ഒന്ന് ലംപ്പൊക്കെ മാറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ലംപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫസ്റ്റ് 1 കപ്പ് ഇട്ടുണ്ടായിരുന്നെ. ഇനി അടുത്ത 1 കപ്പ് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. 2 മിനിറ്റ് നമുക്കൊന്നിത് ഇളക്കി നല്ല എല്ലാ ലംപ്പൊക്കെ മാറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ഇതിന് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലംപ്പെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിക്സഡ് ഹെർബ്സ് ആണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഫ്രഷ്ലി ഗ്രൗണ്ടഡ് കുരുമുളക് പൊടി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇത് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അത് നോക്കിയിട്ട് പൊടി ഇട്ടാൽ മതി അവിടെ എരിവ് അനുസരിച്ച്. അപ്പോൾ 1/2 സ്പൂണാണ് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടേക്കുന്നത്. മിക്സഡ് ഹെർബ്സും 1/2 സ്പൂണോളുണ്ട്. നന്നായിട്ടൊന്ന് തള വരട്ടെ. ചെറിയൊരു തള വരട്ടെ. അപ്പോഴേക്ക് നല്ല തിക്ക് ആയി വരാൻ തുടങ്ങും. ഇതിന് ചെറുതായിട്ട് തളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ മക്രോണി നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട പൊട്ടിയൊന്നും നിൽക്കണില്ല. കുക്കറിലാണ് വെച്ചത്. എന്നാലും ഒരു കുഴപ്പമില്ല. ഒരു വിസിലിന് വേണ്ടി വെച്ചു. അതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇത് ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്നും പെറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നും നമ്മുടെ ആ ക്രീമി സോസിൻ്റെ കൂടെ ഒന്നും വേവട്ടെ. ഈ സമയത്ത്
നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട്. ഇതൊന്ന് ഹാഫ് കപ്പ് ചീസ്, ഗ്രേറ്റഡ് ചീസാണ് ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചീസി ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഒരു 3/4 കപ്പോളം ഇടാം. ഇത് ഓൾറെഡി നല്ല ക്രീമി ആയ കാരണം അധികം ചീസ് വേണ്ട. അപ്പോൾ ഹാഫ് കപ്പാണ് ഗ്രേറ്റഡ് ചീസ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായില്ലേ? പിന്നെ വൈറ്റ് സോസ് ക്രീമി മക്രോണി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വിനുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ വിനുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.